കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നേരം വെളുക്കുമ്പോ ഗുഡ് ന്യൂസോട് കൂടി പുറത്തു വരണം. ഓൾ ദി ബെസ്റ്റ്. അയ്യോ, കല്യാണത്തിനാ ലൈറ്റ് വേണ്ടത്. ആദ്യ രാത്രിക്ക് ലൈറ്റ് അണയ്ക്കാറാ പതിവ്. ചെല്ല്. ദേവേട്ടാ, ഈ പാല് കുടിക്ക്. വേണ്ട. ആദ്യ രാത്രിയിൽ പാല് തരുമ്പോ വേണ്ടെന്ന് പറയരുത് ദേവേട്ടാ. എന്നാലും ഞാൻ ദേവേട്ടനെ നിർബന്ധിക്കുന്നില്ല. പൂർണ്ണ മനസ്സോടെ കുടിക്കാൻ തോന്നുമ്പോ ദേവേട്ടൻ ഇത് കുടിച്ചാ മതി. ദേവേട്ടാ, ദേവേട്ടാ, എനിക്ക് ഓർമ്മ വെച്ച് തുടങ്ങിയപ്പോ നമ്മുടെ കല്യാണം കഴിഞ്ഞ കാര്യം അമ്മ എന്നോട് പറഞ്ഞിരുന്നു. കണ്ട ഓർമ്മ പോലും ഇല്ലായിരുന്നെങ്കിലും, എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നറിയില്ലായിരുന്നെങ്കിലും, ദേവേട്ടൻ കെട്ടിയ ഈ താലി എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ദേവേട്ടൻ എന്റെ ഭർത്താവായി കരുതിക്കൊണ്ടാ ഇത്രയും കാലം ഞാൻ ജീവിച്ചു തീർത്തത്. ഇത്രയും കാലവും ദേവേട്ടനെ ഒരു നോക്കൊന്ന് കാണാൻ ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നറിയോ? ഒന്ന് കാണിച്ചു തരണേന്ന് എല്ലാ ദൈവത്തോടും പറയുമായിരുന്നു. സത്യത്തിൽ ദേവേട്ടൻ എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. കിട്ടണേ ദൈവമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാ എന്റെ ഓരോ ദിവസവും കടന്നുപോയത്. ഏത് ദൈവമാണ് എന്റെ തപസ്സില് പ്രസാദിച്ചതെന്നറിയില്ല. എത്ര കൊല്ലങ്ങൾക്ക് ശേഷം എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. എനിക്കിനി ഈ നിമിഷം മരിച്ചാലും മതി. എന്റെ ജീവിതം പൂർണ്ണമായതുപോലൊരു സംതൃപ്തിയാ. ഇനി ദേവേട്ടനില്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്നെ കൈവിടരുത് ദേവേട്ടാ. എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ സത്യം തന്നെയാണോ? എന്നോ ചെറുപ്പത്തിൽ നീ എന്റെ കളിക്കൂട്ടുകാരി ആയിരുന്നതുകൊണ്ട് ഇപ്പൊ എന്റെ ജീവിതത്തിൽ സ്ഥാനം വേണമെന്നും പറഞ്ഞു വന്നാ അത് നടക്കുന്ന കാര്യമല്ല മാളവികെ. ജീവനുള്ള കാലത്തോളം എന്റെ മനസ്സിൽ വൈദേഹിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. ആദ്യം കണ്ട നിമിഷം തോന്നി തുടങ്ങിയ ഇഷ്ടമാണത്. ഇന്ന് വരെ അതിലൊരു കുറവുമില്ല. സത്യത്തിൽ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നടന്നവനാ ഞാൻ. അന്ന് അവളെ കണ്ടതിന് ശേഷം മാത്രം വിവാഹത്തോടൊരു മോഹം തോന്നിയത്.
സോ മറ്റൊരു വ്യക്തിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു തരി സ്ഥാനം തരുന്നത് പോയിട്ട് അങ്ങനെ ചിന്തിക്കാൻ പോലും എനിക്കാവില്ല. വൈദേഹിയും ദേവനും തമ്മിലുള്ള ബന്ധം അത് ഈ ജന്മം ഉണ്ടായതല്ല, എത്രയോ ജന്മാന്തരങ്ങളുടെ അനുബന്ധമാണത്. ഞാൻ കണ്ടതും മോഹിച്ചുപോയ എൻ്റെ ജീവിതത്തിലെ ഏക പെണ്ണാണത്. എൻ്റെ ഹൃദയത്തിൽ മാത്രമല്ല, എൻ്റെ ലോകത്തിലും അവൾ മാത്രമേ ഉള്ളൂ. ഞാൻ താലി കെട്ടിയതിനു ശേഷവും കുറച്ചു കാലം അവളുമായിട്ട് ഒന്നിച്ച് കഴിയാൻ സാധിച്ചിരുന്നില്ല. ഇനി ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷമാണെങ്കിലും ഞങ്ങളെ വിധി ഒന്നിപ്പിക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. അവളോടുള്ള സ്നേഹം അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. സ്വന്തം കുടുംബത്തിന് വേണ്ടി അവൾ എന്നെ അകറ്റി നിർത്തിയപ്പോൾ എനിക്ക് അവളോട് ദേഷ്യവും വാശിയും തോന്നിയിരുന്നു. എന്നിട്ടും അവളോടുള്ള സ്നേഹത്തിനൊരു അണുപോലും കുറവുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു സ്നേഹബന്ധത്തിനിടയിലേക്ക് മറ്റൊരു വ്യക്തിക്കെന്നല്ല, ഒരു തരി കാറ്റിന് പോലും കടന്നു വരാൻ പറ്റില്ല. ദേവേട്ടന്റെ വിഷമം എനിക്കും മനസ്സിലാവുന്നുണ്ട്. എന്നാലും ദേവേട്ടന് എന്റെ വിഷമവും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ? കല്യാണത്തിന് വളരെ കുറച്ച് ദിവസം മുമ്പല്ലേ വൈദേഹിയെ നേരിട്ട് കണ്ടതും ഇഷ്ടപ്പെട്ടതും ഒക്കെ. പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ ദേവേട്ട. എനിക്ക് ഓർമ്മ വെച്ച നാളു മുതൽ ദേവേട്ടനെ മാത്രം ധ്യാനിച്ച് ജീവിക്കുന്നവളാ. കുറച്ചു കാലം മുമ്പ് പരിചയപ്പെട്ട വൈദേഹിയോട് ദേവേട്ടൻ ഇത്രയും സ്നേഹം കാണിക്കുമ്പോ ഓർമ്മ വെച്ചപ്പോ മുതൽ ദേവേട്ടനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എനിക്ക് എത്രമാത്രം സ്നേഹം ഉണ്ടാവും. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയേണ്ട മാളവികെ. ചെറുപ്പത്തിൽ നടന്ന പോലെ ഒരു നിമിഷ നേരത്തേക്ക് പോലും ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. സത്യത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്നുള്ള കാര്യം പോലും നിന്നെ കാണുന്ന സമയത്താണ് ഞാൻ അറിയുന്നത് തന്നെ. അങ്ങനെ ഒരു വ്യക്തി പെട്ടെന്ന് ഇങ്ങനെ ഒരു ദിവസം എന്റെ ജീവിതത്തിലേക്ക് കയറി വരികയെന്ന് വെച്ചാ
ദേവേട്ട, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. ദേവേട്ടനെ കാണാതെ തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടതാ. എന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് ഞാൻ ദേവേട്ടനെ കണ്ടത്. ഇപ്പൊ തമ്മിൽ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം അകന്നു മാറിപ്പോവാൻ എനിക്ക് സാധിക്കോ? ദേവേട്ടനില്ലാതെ ഇനി ഒരു ക്ഷണം പോലും എനിക്ക് ജീവിക്കാനാവില്ല. മാളവികേ, വിട് എന്നെ, വിട് മാളവികേ. വിട്. ഞാൻ വിടില്ല വിടാൻ ദേവേട്ട. പറഞ്ഞില്ലേ? എന്നെ വിടാൻ. വിട് മാളവികേ. ദേവേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ പറയുന്നത് വിട്ടു പോവില്ല. മാറി നിൽക്ക്. ഇല്ല ദേവേട്ട. വിട്. നിനക്കെന്നെ വിടാൻ ഭാവമില്ലെങ്കിൽ ഞാൻ മാത്രം നിന്നെ എന്തിനു വിടണം? ഞാനും വിടുന്നില്ല. ദേവേട്ടാ, ദേവേട്ടാ, ശരിക്കും എന്നെ വിട്ടുകളയില്ലല്ലോ. എന്നുവെച്ചാ ദേവേട്ടൻ എന്നെ അംഗീകരിച്ചതുപോലെ തന്നെയല്ലേ? എന്നെ ഭാര്യയെ സ്വീകരിച്ചല്ലോ. അതിനി പുതിയതായിട്ട് സ്വീകരിക്കേണ്ട ആവശ്യം എന്താ? നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയപ്പോ തന്നെ നീ എന്റെ സ്വന്തമായി തീർന്നതല്ലേ വൈദേഹി? പറ വൈദേഹി. എന്റെ വൈദേഹിയുടെ സ്പർശനം എനിക്ക് തിരിച്ചറിയില്ലെന്നാണോ? നിന്നിലുള്ള ഓരോ ചലനങ്ങളും നിന്റെ ഒരു ശ്വാസഗതി പോലും എനിക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള എന്നെ നീ കെട്ടിപ്പുണർന്ന എനിക്ക് മനസ്സിലാവാതിരിക്കോ വൈദേഹി? എപ്പോഴാ ദേവേട്ടന് ഞാനാന്ന് മനസ്സിലായത്? എന്തിനാ നീ എന്നെ ഇങ്ങനെ കളിപ്പിക്കുന്നേ? ഒന്നിനുമില്ല ദേവേട്ട. ചില കാര്യങ്ങളില് എനിക്ക് ചില ക്ലാരിറ്റി വേണമായിരുന്നു. ഇപ്പൊ പൂർണ്ണ വിശ്വാസമായി. വന്ന കാര്യം കഴിഞ്ഞു. ഇനി ദേവേട്ടന്റെ ആദ്യ രാത്രിക്ക് ഒരു തടസ്സം ഉണ്ടാവില്ല. എന്നുവെച്ചാ എന്റെ സ്നേഹത്തെ നീ പരീക്ഷിക്കുമായിരുന്നല്ലേ? പരീക്ഷണം എന്റേതായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു ദേവേട്ട. മറ്റു ചിലരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ എനിക്കിങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. നീ എന്തൊക്കെയാ പറയുന്ന വൈദേഹി? ഒന്നുമില്ല ദേവേട്ട, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്കിനി സംസാരിക്കാലോ. ഇവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ? മാളവിക വരേണ്ടടുത്ത് വൈദേഹി എങ്ങനെ കയറി വന്നു? നിന്നെ ഞാൻ എല്ലാം കേട്ട് കാണുമല്ലോ. നീ എങ്ങനെയുണ്ടായിരുന്നു? എന്റെ ഭർത്താവിന് എന്നോടുള്ള സ്നേഹം മനസ്സിലായല്ലോ. നീ എന്തൊക്കെ മായാജാലം കാണിച്ചാലും എന്റെ ദേവേട്ടന്റെ നിഴൽ പോലും നിനക്ക് തൊടാനാവില്ല.
ഇനി ചെല്ല്. മുറി ചെന്ന് ആദ്യ രാത്രി ആഘോഷിച്ചിട്ട് വേഗം വാ. ചെല്ല്. എന്തുപറ്റി? ചെല്ലടി. ഓ, ഇരുട്ടാണല്ലോ അല്ലേ? വിനയ, പാവല്ലേ നമ്മുടെ വാവ. ഇരുട്ടത്ത് ചിലപ്പോ വഴി തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും? ലൈറ്റ് ഓൺ ചെയ്യേ. ഇനി എന്തിനാ ഇവിടെ നോക്കിയിരിക്കുന്നേ? പെട്ടെന്ന് ചെല്ല്. നേരം വെളുത്തപ്പുള്ള വെല്ലുവിളിയല്ലേ? എന്റെ ആദ്യ രാത്രി നടക്കാൻ പോവാണേന്ന് എന്നോട് പന്തയം വെച്ചത് ഓർമ്മയുണ്ടല്ലോ. എന്നാ പിന്നെ അതങ്ങ് നടക്കട്ടെ. എഴുന്നേക്ക്, എഴുന്നേക്ക്. ചെല്ല്, ചെല്ല്. വാ മാളവികെ, നിന്നെയും കാത്തിരിക്കുകയായിരുന്നു. നിന്നോട് കുറച്ചേറെ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. ദേവേട്ട, അതെല്ലാം എനിക്കറിയാം. വീണ്ടും അതൊന്നും ആവർത്തിക്കേണ്ട കാര്യമില്ല. എല്ലാം എനിക്കറിയാം. ദേവേട്ടൻ ഇവിടെ കിടന്ന് പിടയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാരും നമ്മളെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കാണുമ്പോ ദേവേട്ടൻ എന്നെ സഹോദരിയായിട്ടാ കാണുന്നതെന്ന് എനിക്കറിയാം. അമ്മയുടെ നിർബന്ധം കാരണം പറ്റില്ലെന്ന് പറയാനാവാതെ നിവൃത്തി കെട്ട് കയറി വന്നതാ ദേവേട്ട. അല്ലാതെ ഇതെന്റെ താല്പര്യമല്ല. എന്റെ മനസ്സിൽ വേറെ യാതൊരു ദുരുദ്ദേശം ഇല്ല ദേവേട്ട. ദേവേട്ടനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതില് എനിക്കൊരു താല്പര്യമില്ല ദേവേട്ട. അതുകൊണ്ട് നമുക്ക് ഈ ആദ്യരാത്രിയൊന്നും വേണ്ട. എപ്പോഴും ദേവേട്ടന്റെ മനസ്സിനുള്ളിൽ ഒരു തരി സ്ഥാനം എനിക്ക് വേണ്ടി കരുതിയ അത് മതി. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി മരണം വരെ ഞാൻ കാത്തിരിക്കും ദേവേട്ട. താങ്ക് യു മാളവികെ. എന്നെ നീയെങ്കിലും മനസ്സിലാക്കിയല്ലോ.